യഥാർത്ഥത്തിൽ 10 വർഷം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ കുറിച്ച് ജനങ്ങൾക്കുണ്ടാവാവുന്ന ഒരുതരം മടുപ്പ്, നമ്മളതിനെ ഫറ്റീഗ് എന്നാണ് പറയുക, ഒരുതരം ക്ഷീണം, അങ്ങനെ ഒരു ഫറ്റീഗ് വോട്ടർമാരിൽ ഉണ്ടായി എന്നതിനും അപ്പുറത്തേക്ക് അത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാക്കാൻ പറ്റിയതൊന്നും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി എന്ന് ചോദിച്ചാൽ ദുസ്സഹമായി എന്ന് എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങളുടെ ആശുപത്രികൾ മെച്ചപ്പെട്ടില്ലേ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ മെച്ചപ്പെട്ടില്ലേ? നിങ്ങളുടെ റോഡുകൾ മെച്ചപ്പെട്ടില്ലേ? അപ്പോൾ റോഡിനെ കുറിച്ച് പറയാൻ പാടില്ല, സ്കൂളിനെ കുറിച്ച് പറയാൻ പാടില്ല, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ കുറിച്ച് പറയാൻ പാടില്ല, ഓഫീസുകളെ കുറിച്ച് പറയാൻ പാടില്ല, വില്ലേജ് ഓഫീസുകളെ കുറിച്ച് പറയാൻ പാടില്ല, സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സ്മാർട്ട് വരുന്നു അതിനെക്കുറിച്ച് പറയാൻ പാടില്ല, അതിദാരിദ്ര്യമുക്തമാവുന്നത് പറയാൻ പാടില്ല, സിവിൽ സപ്ലൈസിൽ സാധനങ്ങൾ കിട്ടിത്തുടങ്ങി അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. കഴിഞ്ഞ ഓണത്തിനായിരുന്നില്ലേ ഏറ്റവും മനോഹരമായിട്ട്, ക്രിസ്മസിനും ഓണത്തിനും ഏറ്റവും മനോഹരമായിട്ട് സിവിൽ സപ്ലൈ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചത്? മാതൃകാപരമായിട്ടല്ലേ പ്രവർത്തിച്ചത്? അപ്പോൾ സാധാരണ ജനങ്ങളുമായി KSRTC ലാഭത്തിലാവുന്നത് നമ്മൾ കണ്ടു. ജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന വകുപ്പുകളെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾ ട്രഷറി അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ദിവസമെങ്കിലും ട്രഷറി അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. സാധാരണ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന നമ്മൾ KSEBയുടെ കാര്യം പറഞ്ഞു. എപ്പോഴെങ്കിലും പവർ കട്ട് വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇൻവെർട്ടർ കമ്പനി അത് വലിയ നഷ്ടത്തിലൂടിയ 10 വർഷമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഈ സർക്കാർ മാറണം, ദുസ്സഹമായി തീർന്നിരിക്കുന്നു ജീവിതം എന്ന മട്ടിൽ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അങ്ങനെ തോന്നിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുതരം ബാൻഡ് വാഗണിംഗ് ആണ്, ഒരു പ്രചരണ തന്ത്രമാണ് യഥാർത്ഥത്തിൽ UDF ഉപയോഗിച്ചത്.